الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുൽക്കിലാണ്, അവൻ്റെ അധികാരത്തിലാണ് ആകാശഭൂമികൾ. ലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർദി വമാ ഫീഹിൻ. ലില്ലാഹി അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് മുൽക്കുസ്സമാവാത്ത്, ആകാശങ്ങളുടെ ആധിപത്യം, വൽ അർദ് ഭൂമിയുടെയും ആധിപത്യം, വമാ ഫിൽ അർദ് ആകാശഭൂമികളിലായി എന്തെല്ലാം കാര്യങ്ങളെ അല്ലാഹു തആല പടച്ചു വെച്ചിട്ടുണ്ടോ അത് ചിലപ്പം ഭൗതികമാവാം, ചിലപ്പം അഭൗതികമാവാം, ചിലപ്പോൾ ജീവികളാവാം, ചിലപ്പോൾ അജീവികളാവാം, ചിലപ്പോൾ ചലനാത്മക സൃഷ്ടികളാവാം, ചിലപ്പോൾ നിശ്ചല സൃഷ്ടികളാവാം. എന്ത് തന്നെ ആയിരുന്നാലും അതിൻ്റെ മുഴുവൻ അധികാരവും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കൽ നമ്മുടെ അഖീദയുടെ ഭാഗമാണ്, ഈമാൻ സഹിയാകാനുള്ള ഷർത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ച നാൾ മുതൽക്ക് തന്നെ ചില ഇടപെടലുകൾ ഭൂമിയിൽ നടത്തിയിട്ടുണ്ട്. ചരിത്രങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സംഭവങ്ങളെയും നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. എല്ലാം മൊത്തത്തിൽ അല്ലാഹു തആല പറഞ്ഞൊരു വിഷയമാണ് വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. അഥവാ ഓരോ കാലത്തും ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ നിങ്ങൾ പഠനവിധേയമാക്കിയാൽ, ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ പഠനവിധേയമാക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. വൽ അസ്ർ,
അതാണ് ഈ കാലത്തെ തന്നെയാണ് സത്യം എന്ന വാക്കിൻ്റെ മാന. ഓരോ കാലത്തും നടക്കുന്ന സംഭവങ്ങളെ തന്നെയാണ് സത്യം. ആ സംഭവങ്ങളെ നിങ്ങൾ ഗഹനമായി പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് പച്ചയായൊരു പരമാർത്ഥം അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതെന്താണ്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന മനുഷ്യർ കോടാനകോടി സൃഷ്ടികളിൽ നിന്ന് മനുഷ്യൻ എന്ന സൃഷ്ടിയെ പേരെടുത്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ നാശത്തിലാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഈ നാശത്തിൽ നിന്ന് ഒഴിവായത് 4 യോഗ്യതയുള്ളവർ മാത്രമാണെന്ന് അല്ലാഹു തആല അറുത്ത് മുറിച്ച് പറഞ്ഞു. ഏതാണ് 4 യോഗ്യത? ഇല്ലല്ലദീന ആമനു. അല്ലാഹു മാത്രമാണ് എല്ലാം എന്ന് പ്രഖ്യാപിക്കുന്നവർ. ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവർ. എന്താണ് ഈമാൻ? നാം ഈമാനെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അൽ ഈമാൻ അത്തസ്ദീഖു ബിൽ ഖൽബ് വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ അർക്കാൻ. ഇതാണ് ഈമാൻ. ഇത് 3ഉം കൂടി ഒരുമിച്ച് കൂടിയതാണ് ഈമാൻ. അതുകൊണ്ടാണ് നാം ഈമാന് വിശ്വാസം എന്നർത്ഥം വെക്കാത്തത് മലയാളത്തിൽ. ഈമാൻ എന്ന വാക്കിന് മലയാളത്തിൽ വിശ്വാസം എന്നർത്ഥം വെക്കുമ്പോൾ ഒരു കുഴപ്പം, വിശ്വാസം എന്ന മലയാള പദം അത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ജോലിക്കാണ് മലയാളത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ഈമാൻ ഹൃദയം കൊണ്ട് മാത്രം ചെയ്യേണ്ട ജോലിയല്ല. 3 അവയവങ്ങൾ സജീവമായി പങ്കെടുത്താൽ ഉണ്ടാകുന്ന ഒരു യാഥാർത്ഥ്യത്തിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് കൽബിൻ്റെ ജോലിയാണ്. അത്തസ്ദീഖു ബിൽ ഖൽബ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പൂർണ്ണമായും സത്യമാണെന്ന് യഖീനാക്കി ഹൃദയത്തിൽ ഉറപ്പിക്കുക. ഇതാണ് ഹൃദയത്തിൻ്റെ ജോലി. അത്തസ്ദീഖു ബിൽ ഖൽബ്. രണ്ടാമത്തത് വൽ ഇഖ്റാറു ബിൽ ലിസാൻ. ആ യാഥാർത്ഥ്യം നാവുകൊണ്ട് പ്രസ്താവിക്കുക. സുമാർ എന്തെങ്കിലും പറഞ്ഞ് പ്രസ്താവിച്ചാൽ പോരാ. ദൈവമുണ്ട്, ശക്തനുണ്ട്, സർവശക്തനുണ്ട് അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാകുകയില്ല. ഇഖ്റാറിന് വേണ്ടി അള്ളാഹ് തീരുമാനിച്ച് തന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. നാവ് കൊണ്ട് ഉപയോഗിക്കുന്ന ഇഖ്റാർ, നാവ് കൊണ്ട് സമ്മതിച്ച് പറയുന്നത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന വാചകം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം. അല്ലാത്ത ഒന്നും അള്ളാഹു അതിൽ പരിഗണിക്കുകയില്ല. എന്താണ് ആ വിഷയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന വാചകം? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇഖ്റാറിന് വേണ്ടി അല്ലാഹു തആല പഠിപ്പിച്ച വാചകം അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് തന്നെ പറഞ്ഞിരിക്കണം. ലാ ഇലാഹ ഇല്ലർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ശരിയാവൂല. ലാ ഇലാഹ ഇല്ലർ റഹീം എന്ന് പറഞ്ഞാൽ ശരിയാവൂല. ലാ ഇലാഹ ഇല്ലൽ മാലിക് അൽ മലിക് അൽ ഖുദ്ദൂസ് എന്ന് ശരിയാകുകയില്ല. ഈമാൻ സഹിയാകണമെങ്കിൽ നാവ് കൊണ്ടുള്ള ഇഖ്റാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്ക് തന്നെ ആയിരിക്കണം. ഇനി ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റുകയില്ല. അതുകൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ, ഒരു ഷീഈ മതത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു ജൂത മതത്തിൽ നിന്ന്, ഒരു ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്നു, അയാൾ കലിമ ചൊല്ലണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഏത് കലിമയാണ് ചൊല്ലേണ്ടത്? ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ലാ ഇലാഹ ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞാൽ അവൻ്റെ ഈ കലിമ ഷഹാദത്ത് സഹിയാകുമോ? സഹിയാകുകയില്ല. കാരണം കലിമത്തു ഷഹാദ സഹിയാകാൻ അള്ളാഹ് നിശ്ചയിച്ച വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്കാണ്. ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടുകയാണ്. നിസ്കരിക്കാൻ കൈകെട്ടുന്ന സന്ദർഭത്തിൽ അല്ലാഹുർ റഹ്മാൻ എന്ന് പറഞ്ഞ നിസ്കാരം സഹിയാകുമോ? എന്താ തെറ്റാണോ അയാൾ പറഞ്ഞിരിക്കുന്നത്? അല്ലാഹുർ റഹീം നിസ്കാരം സഹിയാവുമോ? അല്ലാഹു അക്ബർ എന്ന് തന്നെ പറഞ്ഞിരിക്കണം. എന്താ കാര്യം? അള്ളാഹുവിൻ്റെ മുബാറക്കായ ഇസ്മുകളെ കൂട്ടത്തിൽ പറഞ്ഞാൽ എന്താ കുഴപ്പം? അള്ളാഹു നിശ്ചയിച്ചിടത്ത് തന്നെ നിൽക്കണം, മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ നിസ്കാരം സഹിയല്ല. കാരണം അല്ലാഹു അക്ബർ എന്ന് പറയുക തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിൻ്റെ 2ാമത്തെ ഫർളാണ്. ഇതേപോലെ തന്നെയാണ് ഷഹാദത്ത് സഹിയാകാനുള്ള കലിമ. ലാ ഇലാഹ അല്ലാഹു അക്ബർ കൊണ്ട് നിസ്കാരം തുടങ്ങും, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഇസ്ലാം തുടങ്ങും. അപ്പോൾ ഷഹാദ സഹിയാകാനുള്ള വാചകം, ഇഖ്റാറിനുള്ള വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയായിരിക്കണം. അപ്പോൾ ഫഅലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് പഠിച്ചിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ റബ്ബ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് കലിമ പറഞ്ഞാൽ ആ കലിമ എങ്ങനെയാണ് സഹിയാകുക? ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം വേറെ, ലാ റബ്ബ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം വേറെ.
ലാ റബ്ബ ഇല്ലല്ലാ, അങ്ങ് ഇങ്ങോട്ട് എനിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു തരുന്നതും എൻ്റെ അള്ളാഹു മാത്രമാണ്, അല്ലല്ലാതെ വേറെ ആരുമില്ല എന്ന് സമ്മതിക്കലാണ് ലാ റബ്ബ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലയോ. അതിനാൽ അങ്ങ് ഇങ്ങോട്ട് കിട്ടുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെതായതിനാൽ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അള്ളാഹ്ക്കേ കൊടുക്കുകയുള്ളൂ, വേറൊരാൾക്ക് കൊടുക്കുകയില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വായന. എളുപ്പമല്ലേ കാര്യം? ലാ റബ്ബ ഇല്ലല്ലാഹിന്റെ അർത്ഥം വേറെ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം വേറെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ റബ്ബ ഇല്ലല്ലാഹിന്റെ അർത്ഥം വെച്ചാൽ എങ്ങനെ കലിമ സഹിയാകുക? അതെ, ജൂതന്റെ നേതൃത്വത്തിൽ ഷിയാക്കളും തരീഖത്തുകാരും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ റബ്ബ ഇല്ലല്ലാഹിന്റെ അർത്ഥം വെച്ച് എന്തിനെന്നറിയോ? ജാറങ്ങൾ സഹിയാക്കി എടുക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി കൊടുത്താൽ ജാറങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല, അത് കുഫ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ദർജയിൽ ജാറങ്ങൾ കുഫ്റാണ്. ലാ റബ്ബ ഇല്ലല്ലാഹയിൽ ജാറങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് സൂഫികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ലാ മാലിക ഇല്ലല്ലാഹ് ലാ ഖാലിക ഇല്ലല്ലാഹ് ലാ റാസിക ഇല്ലല്ലാഹ് എന്ന് അർത്ഥം വെച്ചത്. അഹ്ലു സുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥം വെച്ചത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നാണ്. കാരണം അതാ. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്, നമ്മൾ പഠിക്കില്ല എന്ന് മാത്രം. പഠിക്കുകയും ചെയ്യില്ല, പറഞ്ഞാൽ മനസ്സിലാകുകയും ചെയ്യില്ല. എന്ത് ചെയ്യാൻ പറ്റും? മൂന്നാമത്തത് അവയവങ്ങളെ കൊണ്ടുള്ള അമലാണ്. ഈമാൻ സഹിയാകാൻ മൂന്നാമത്തെ കാര്യം അൽ അമലു ബിൽ അർക്കാൻ. ഒന്നാമത്തത് ഹൃദയം കൊണ്ട്, രണ്ടാമത്തത് നാവ് കൊണ്ട് സമ്മതിക്കുക, മൂന്നാമത്തത് അൽ അമലു ബിൽ അർക്കാൻ, അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുക. നാവ് കൊണ്ട് സമ്മതിക്കുകയും ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുകയും ചെയ്ത ഏതൊരല്ലാഹ്, ആ അള്ളാഹുമായി ബന്ധപ്പെട്ടത് മാത്രമേ കൈകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും മൂക്കൊണ്ടും മറ്റൊന്നും എന്താണ്ട് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അൽ അമലു ബിൽ അർക്കാൻ. അപ്പോഴേ ഈമാൻ സാധിക്കാവുകയുള്ളൂ. അവരെ പറ്റിയാണ് ഇല്ലല്ലദീന ആമനു അല്ലാഹു തആല പറഞ്ഞു. ആ രീതിയിൽ ഈമാൻ സ്വീകരിച്ചവരൊഴികെ സകലരും പരാജയത്തിലാണ്, നാശത്തിലാണ്, നഷ്ടത്തിലാണ്. രണ്ടാമത്തെ യോഗ്യത വഅമിലു സ്വാലിഹാത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ച് ജീവിച്ചവരൊഴികെ. ആദ്യം പറഞ്ഞത് അല്ലദീന ആമനു ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ചവർ, വഅമിലു സ്വാലിഹാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി അനുസരിച്ച് ജീവിച്ചവർ. ഒരു അമല് സാലിഹാകുന്നത് എപ്പോഴാണ്? രണ്ടാമത്തെ ഷഹാദ അനുസരിച്ചാവുമ്പോഴാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയെ മുഹമ്മദ് മുസ്തഫാൻ്റെ റിസാലത്തനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് അമലു സാലിഹ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഷെയ്ഖ് പറഞ്ഞു, ഏതെങ്കിലും വലിയ പറഞ്ഞു, ഏതെങ്കിലും ഇമാമ് പറഞ്ഞു, ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞു, തങ്ങൾ പറഞ്ഞു, ഇതൊന്നും അമലു സാലിഹാത്തിന് തെളിവല്ല. ഒരു കാര്യം, ഒരു അമല് സാലിഹായ അമലാകണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ കൽപ്പനയായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എങ്ങനെയാണോ അത് ചെയ്ത് കാണിച്ചത് അങ്ങനെയായിരിക്കണം. അപ്പം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. രണ്ട് യോഗ്യത. മൂന്നാമത്തെ യോഗ്യത വതവാസൗ ബിൽ ഹഖ്, ഇതാണ് സത്യം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവർ ഒഴികെ. നാലാമത്തെ യോഗ്യത അതാണ്. ഇതാണ് വിജയിക്കാനുള്ള വഴി, ഇതാണ് രക്ഷപ്പെടാനുള്ള വഴി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് റസൂലുള്ളാഹി ലാ മത്ബൂഅ ബിഹഖിൻ, ഫോളോ ചെയ്യാൻ, അനുകരിക്കാൻ യോഗ്യതയുള്ള ആരുമില്ല ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ തങ്ങളല്ലാതെ. ഇബാദത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ ഇല്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഇത്തിബാഇന് അർഹൻ മുഹമ്മദ് നബി അല്ലാതെ വേറെ ആരുമില്ല. ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്നാമത്തെ യോഗ്യത പ്രാവർത്തികമാക്കുമ്പോൾ ഉണ്ടാകുന്ന വേറെ വിഷയമുണ്ട്. എന്താണ്? വതവാസൗ ബിസ്സബ്ർ. ആ സമയത്ത് ഏൽക്കേണ്ടി വരുന്ന നോവുകൾ മുഴുവനും സഹിക്കാൻ ലോകത്തോട് വിളിച്ചു പറയാൻ എന്ന് വെച്ചാൽ ഈമാൻ, അഅ്മാലു സാലിഹാത്ത്, ദഅവ, ഈ മൂന്ന് കാര്യങ്ങൾ തീർച്ചയായിട്ടും അതികടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ്. അപ്പോൾ സബുർ അനിവാര്യമാണ്. ഇതാണ് നാലാമത്തെ കാര്യമായിട്ട് സബുർ പറഞ്ഞത്. ദായിക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ് സബർ. ഒരു മുവഹിദിന് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതാണ് സബർ. മേൽപ്പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ആദർശാധിഷ്ഠിതമാണ്. ആദർശപരമായ കാര്യങ്ങളിൽ സബർ അനിവാര്യമാണ്. സബർ എന്ന് പറഞ്ഞാൽ എന്താണ് സബർ? മാമേന സബർ അസ്സബർ തർക്കു ശക്വ മിൻ അലമിൽ ബൽവ ലിഗൈരില്ലാഹ്. ഇതാണ് സബർ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നോവ് കാരണത്താൽ ഉണ്ടാകുന്ന പരാതി, അള്ളാഹു അല്ലാത്തവരോടുള്ള പരാതി ഒഴിവാക്കുക. അതാണ് സബർ.
അള്ളാഹുവിനോട് മാത്രം പരാതികൾ പറയുക. അതൊരു തലവേദനയായിരുന്നാലും ശരി. എനിക്ക് ഭയങ്കര തലവേദന എന്ന് ആരോടും പറയണ്ട, ഉടമസ്ഥനോട് പറയാം. തലവേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ അള്ളാഹ്. ഒരു മൂമിന് രസമുള്ള കാര്യമാണ്. അല്ലാത്തവർ 400 ആളോട് പറയാം എനിക്ക് തലവേദന, എനിക്ക് തലവേദന, എനിക്ക് തലവേദന. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പ്രശ്നങ്ങളുടെയും പ്രശ്നപരിഹാരങ്ങളുടെയും ഉടമസ്ഥനാണ്. 2 കാര്യങ്ങളാണ് അല്ലാഹു തആല ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് 2 മുഖങ്ങളുണ്ട് ദീനുൽ ഇസ്ലാമിൽ. ഒന്നാമത്തെ മുഖം എന്താണ്? ദുരന്തങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ 2 കാര്യങ്ങളെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയുള്ളതാണ്. ദുരന്തങ്ങൾ ഒരിക്കലും 2ന്റെ ഇടയിലാകുകയില്ല. അള്ളാഹുവിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഒന്നിക്കൽ ഇളയായിരിക്കും, അള്ളാഹിൻ്റെ തൃപ്തി അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ സഖ്തായിരിക്കും, അള്ളാഹു ദേഷ്യം പിടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അങ്ങനല്ലേ അള്ളാഹുടെ ദുആ ചെയ്യാറ്? അല്ലാഹുമ്മ അസ്അലുക റിളാക വൽ ജന്ന. അള്ളാഹുവേ നിന്റെ പൊരുത്തവും സ്വർഗവും ഞാൻ ചോദിക്കുന്നു. വ അഊദു ബിക മിൻ സഖ്തിക വന്നാർ. നിന്റെ ദേഷ്യവും നിന്റെ നരകവും ഞാൻ നിന്നോട് കാവലിന് തേടുന്നു. അപ്പോൾ ദേഷ്യം എന്നത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം തീർക്കാൻ, അള്ളാഹുവിൻ്റെ ദേഷ്യത്തെ തൊട്ട് കാവലിനെ തേടാൻ വേണ്ടി പലവാതിരി കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല ദേഷ്യവുമായിട്ട് ബന്ധപ്പെടുത്തി അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആ അഷ്റഫുൽ ഖൽഖ് ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അള്ളാഹുവിൻ്റെ ദേഷ്യം കടുത്തതാണ്. അല്ലാഹു തആല ആ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ദേഷ്യം തീർത്തിരിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ മറുഭാഗത്തുള്ളത് ലീലയാണ്, പൊരുത്തമാണ്, തൃപ്തിയാണ്. ഒന്നിക്കൽ അള്ളാഹു ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഇടപെടൽ കൗമിനുള്ള പൊരുത്തമായിരിക്കും. തൃപ്തിയോടുകൂടി അള്ളാഹു തആല ഖൈറിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ സഖ്തായിരിക്കും, ദേഷ്യം തീർക്കാൻ വേണ്ടിയായിരിക്കും. മൂന്നാമത്തതൊന്നും സംഭവിക്കുന്ന പ്രശ്നമില്ല. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങളാണ്. അല്ലാഹു തആല അവൻ്റെ ദേഷ്യം തീർക്കുമ്പോൾ 2 വിഷയങ്ങളാണ് അല്ലാഹു തആല അതിൽ പരിഗണിക്കുന്നത്. ഒന്ന് അൽ ഇൻസാനിയ, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മനുഷ്യൻ അവൻ്റെ മാനുഷികമായ മര്യാദകൾ കാണിക്കുന്നുണ്ടോ എന്ന്. മാനുഷികമായ മര്യാദകൾ കാണിക്കുന്ന സന്ദർഭത്തിൽ ആദർശത്തെ പരിഗണിക്കേണ്ടതില്ല. ദുരന്തത്തിൽ നോവനുഭവിക്കുന്ന സമൂഹത്തിന് ആവശ്യമായ വസ്തുക്കൾ, അസ്ബാബുകൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും ആദർശത്തെ പരിഗണിക്കേണ്ടതില്ല. ഇൻസാനിയത്തിനെ പരിഗണിച്ചാൽ മതി. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അവിടെ അല്ലാഹു തആല ഇൻസാനിയത്താണ് പരിഗണിക്കുന്നത്. അത് അല്ലാഹു റഹ്മാനാകുകയാണ്. ദുരന്തം എന്തിന് എന്നുള്ളത് വേറൊരു വിഷയമാണ്. അത് ആദർശവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദുരന്തത്തിന് ശേഷം നടക്കേണ്ടത് ഇൻസാനിയത്തിൻ്റെ മുഖമാണ്. അവിടെ പിന്നെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂതൻ എന്നോ മജൂസി എന്നോ നിരീശ്വരവാദി എന്നോ ഭൗതികവാദിയോ ഇതൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ എന്ന പരിഗണന മാത്രം കൊടുത്താൽ മതി. കാരണം അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള രീതിശാസ്ത്രം അതാണ്. നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ ഇൻസാനിയത്തു വൽ ഇസ്ലാമിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിക്കിൽ പരിഗണിക്കുക മാനുഷികതയാണ്, രണ്ടാമത് പരിഗണിക്കുക ആദർശത്തെയാണ്. ആവശ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശവുമായി ബന്ധിപ്പിച്ചിട്ടില്ല. വീടില്ലാത്തവനിക്ക് വീട് വേണം. അത് മുസ്ലിമിൻ്റെ വീട്, ഹിന്ദുവിൻ്റെ വീട് എന്ന പരിഗണന കൊടുക്കേണ്ടതില്ല. ഒരു ഹിന്ദുവിൻ്റെ വീടാണോ തകർന്നു പോയത്, ആ വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു മുഅ്മിനിൻ്റെ ബാധ്യതയാണ്. ഇൻസാനിയത്തിൻ്റെ ബാധ്യത, മാനുഷികതയുടെ ബാധ്യത. രോഗമായി ബുദ്ധിമുട്ടുകയാണോ, ജാതിയും അതും നോക്കിയിട്ട് റെസിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അയൽവക്കക്കാരൻ ഒരു ഹിന്ദുവാണ്, ഒരു ക്രിസ്ത്യാനിയാണ്, നമ്മളെ സ്വന്തത്തെ പോലെ അവനെ കാണണം. അവൻ്റെ ശരീരം ഇൻസാനിയത്തിൻ്റെ ആദരവുള്ള ശരീരമാണ്. അള്ളാഹുവിൻ്റെ ആകാശ ലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിന് ഷഹാദത്ത് കൊടുത്ത റൂഹ് സന്നിവേശിപ്പിക്കപ്പെട്ട ശരീരമാണ് ആ ശരീരം. ആ ഹിന്ദുവിൻ്റെ ശരീരം, അല്ലെങ്കിൽ ആ ക്രിസ്ത്യാനിയുടെ ശരീരം, അല്ലെങ്കിൽ ആ ജൂതൻ്റെ ശരീരം, അല്ലെങ്കിൽ നിരീശ്വരവാദി, ഭൗതികവാദി, ആരോ ആവട്ടെ, ആ ശരീരത്തിന് നമ്മുടെ അടുക്കൽ ഒരു പവിത്രതയുണ്ട്. നാം മീൻസ് മുഅ്മിനീങ്ങൾ, മുവഹിദുകൾ. ആ ശരീരത്തിന് നമുക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു പവിത്രതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ അത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഇൻസാനിയത്തിൻ്റെ പരിഗണന. അഷ്റഫുൽ ഖൽഖിൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു പയ്യൻ
കുറച്ച് ദിവസമായി കാണുന്നില്ല. എന്താണെന്നറിഞ്ഞപ്പോൾ അവന് രോഗമാണ്, സുഖമില്ല എന്നറിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് ആ പയ്യനെ കാണാൻ ആ വീട്ടിലേക്ക് പോയി. തീർച്ചയായിട്ടും ബാധ്യതയാണ്. അയൽവക്കത്തുള്ളത് ഏത് മതക്കാരനായാലും ശരി, നമ്മുടെ അയൽവക്കക്കാരനാണ്. രോഗിയാണെന്ന് അറിഞ്ഞാൽ പോക്ക് നിർബന്ധമാണ്. അത് യാതൊരു മര്യാദയിൽ മോമിനും തന്നെ ആയിരിക്കണമെന്നില്ല. മോമിനൊരു പ്രത്യേകതയുണ്ടെന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോൾ അവൻ കിടപ്പിലാണ്. അഷ്റഫുൽ ഖൽഖ് അവൻ കിടക്കുന്ന കട്ടിലിൻ്റെ ഓരത്ത് പോയിരുന്നു. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, എടാ മോനെ, നമുക്ക് ഈ സ്നേഹം നിലനിൽക്കണം. ഈ സ്നേഹം മുറിയാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഞാനും നീയൊക്കെ. മരിച്ചാലും ഈ ബന്ധം നിലനിൽക്കണം. ഇന്നത്തെ ബന്ധം മാനുഷികമാനടാ മോനെ. ബന്ധം നിലനിൽക്കണമെങ്കിൽ ആദർശബന്ധവും കൂടി വേണം. അതുകൊണ്ട് നീ പറ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖിൻ്റെ ഇൻസാനിയത്തിൻ്റെ ബോധവും ഇൻസാനിയത്തിൻ്റെ ബോധം കാണിക്കുമ്പോൾ ഇസ്ലാമിയത്തെ കൊളായി പോകരുതെന്നാണ് അറിഞ്ഞിരുന്നത്. ഇസ്ലാമിയത്തിനെ കൊളാക്കിയിട്ട് ഇൻസാനിയത്ത് കാണിക്കേണ്ടിയില്ല. അത് വിഡ്ഢിത്തമാണ്, അത് നിഫാഖാണ്, കപടതയാണ്. മുസ്ലിമീങ്ങൾ അവൻ്റെ ആദർശത്തെ പണയം വെച്ചുകൊണ്ട് മാനുഷികതയെ പരിഗണിച്ച് പ്രവർത്തിക്കുന്ന രീതി കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് നമുക്ക്. അതിൽ പണ്ഡിതന്മാരുണ്ട്, സംഘടനകളുണ്ട്, സംഘടനാ നേതാക്കന്മാരുണ്ട്. ആദർശത്തെ കുഴിച്ചു മൂടി ആവശ്യത്തെ പരിഗണിക്കുന്നവർ വിഡ്ഢികൾ, ജുഹാലുകൾ, സുഫഹാക്കൾ. ഇവിടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച രീതിയാണ് പ്രസംഗിക്കുക. ആ ജൂതനെ കാണാൻ പോയില്ലേ, അവിടെ പോയിട്ട് എന്താ ചെയ്തെന്ന് പറയാറില്ല. ജൂതനെ കാണാൻ പോയത് ശരിയാണ്, പോണം, അത് ഇൻസാനിയത്തിൻ്റെ ഭാഗമാണ്. അഷ്റഫുൽ ഖൽഖ് ഉടൻ തന്നെ ഇസ്ലാമിയത്തിൻ്റെ ഭാഗം എടുത്തു. മരണത്തിന് ശേഷം ഞാനും നീയും തമ്മിൽ കാണണമെങ്കിൽ നീ കലിമ പറഞ്ഞേ പറ്റൂ. അത് ആദർശമാണ്. എന്തുകൊണ്ട്? ഭൂമിയിൽ ആവശ്യം പൂർത്തിയാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തില്ല. ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം പൂർത്തിയാവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്താണ്. ഇത് നല്ല ദീനാണ്. മരിക്കാൻ കിടക്കുമ്പോഴാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്? നമ്മൾ ചോദിക്കൂ. നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണ ശിയാക്കളെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ തന്നെ തൗഹീദിൻ്റെ വലിയ വലിയ ശൈഖന്മാർ ഇപ്പോഴാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്? അത് പിന്നെ നമുക്ക് സ്റ്റേജ് കിട്ടിയിട്ട് പറയാം. ഇല്ല, ഒരിക്കലും. ഈ സന്ദർഭത്തിൽ ആ മോൻ്റെ ബാപ്പാൻ്റെ മുഖത്ത് നോക്കി. ബാപ്പ എന്താ പറയുന്ന അറിയാൻ, ബാപ്പാൻ്റെ അഭിപ്രായം അറിയാൻ. ബാപ്പ പറഞ്ഞു ആ മോനോട്, ആ ജൂതനായ ബാപ്പ, അത്യുഇ അബുൽ ഖാസിം, മോനെ നീ അബുൽ ഖാസിം പറയും പോലെ ചെയ്തോ, അത് തന്നെയാണ് രക്ഷ. ജൂതന്മാർക്ക് അത്ര കൃത്യമായിട്ട് ഇസ്ലാം എന്താണെന്നറിയാം. മരണത്തിന് ശേഷം ഇസ്ലാം അല്ലാതെ പോലെ ഒന്നും ഉപകരിക്കൂല എന്ന് ജൂതന്മാർക്കറിയാം. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ആ കിടപ്പിൽ ആ മോൻ ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖിന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ശസ്ത്രക്രിയകൾക്കൊക്കെ ഒത്താശ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് അഷ്റഫുൽ ഖൽഖ് ആകാശം നോക്കിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു മിനന്നാർ. അവനെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹ്, നിനക്കാണ് എല്ലാ ഹംദുകളും. അല്ലാഹു റസൂൽ പറഞ്ഞത്. ഏതാണ്ട് മനസ്സിലായല്ലോ ഇൻസാനിയത്തും ഇസ്ലാമിയത്തും. കൂടുതൽ വേലൊന്നും പറയേണ്ടില്ല. ഫുഖഹാക്കൾ എഴുതിയിട്ടുണ്ട് ഫിഖിന്റെ കിതാബിൽ മരിച്ചെടുത്ത് പോകുന്നതിനെ സംബന്ധിച്ച്. ഇൻകാന മുഅ്മിനൻ, മരിച്ചത് മുഅ്മിനാണെങ്കിൽ, അതായത് മുവഹിദാണെങ്കിൽ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പേരുള്ളവനാണെങ്കിൽ നല്ല അർത്ഥം. തുണി പൊക്കി നോക്കിയാൽ മാർക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അർത്ഥം. ഇൻകാന മുഅ്മിനൻ, അവൻ മുഅ്മിനാണെങ്കിൽ, എന്നുവെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലെ തൗഹീദ് ഷഹാദത്ത് കൊടുക്കുകയും മുഹമ്മദുർ റസൂലിലെ റിസാലത്തിന് ഷഹാദത്ത് കൊടുക്കുകയും ചെയ്തവനാണെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? മയ്യത്തിനെ കാണാനല്ല വീട്ടിൽ പോകുന്നത്. തഅസിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കിയത് ഈ കാഴ്ച ബംഗ്ലാവിലെ കുതിരനെ കാണാൻ പോകുന്ന മാതിരിയാണ് മയ്യത്തിനെ കാണാൻ. ഒരാളുണ്ടാവും അവിടെ നിന്നിട്ട് ടക്ക ടക്ക തുറന്നു കൊടുക്കുക കാണിക്കുക. മയ്യത്തിനെ കാണിക്കല്ലേ? വല്ലാഹി മയ്യത്തിനെ കാണാനല്ല തഅസിയത്ത്, മയ്യത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന കുടുംബത്തെ കാണാനുള്ളതാണ് തഅസിയത്ത്. ഇസ്ലാമിലെ സുന്നത്തായ തഅസിയത്ത് മയ്യത്തിനെ കാണാനല്ല, കുടുംബത്തെ കാണാനാണ്. എന്നിട്ട് ആ കുടുംബത്തോട് നാം എന്ത് പറയണം? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യൽ യാസീൻ ഓതി പാലൂതിയും കുടിച്ച് ബൈനത്തെ ബിരിയാണിക്ക് ക്ഷണിക്ക് വെച്ചിട്ടല്ല. അത് ഷിയാക്കളെ സമ്പ്രദായം. നമുക്ക് ഷിയാക്കളെ സമ്പ്രദായത്തെ പറ്റിയല്ല, നമ്മൾ അഹ്ലു സുന്നയുടെ സമ്പ്രദായത്തെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. ഷിയാക്കൾ മീൻസ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ സുന്നികൾ, ദാറുന്നദുവയുടെ ആൾക്കാർ. സുന്നത്യമായത്ത് വേറെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വേറെ. രണ്ട് വാക്കുകൾ കേട്ടിട്ടില്ല നിങ്ങൾ? സുന്നത്യമാത്ത് എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ,
അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞ സലഫികൾ. വാക്കെല്ലാം പഠിച്ചു നോക്കണം, നമ്മൾ കേരളത്തിലാണല്ലോ. ഈമാനും അമാലും പൂർത്തിയാക്കിയവൻ, ഷഹാദത്ത് സഹിയാക്കിയവനാണ് മരിച്ചതെങ്കിൽ അവൻ്റെ കുടുംബത്തെ കാണാൻ വേണ്ടി പോകണം. എന്നിട്ട് അവൻ്റെ കുടുംബത്തെ വിളിച്ചു കൂട്ടിയിട്ട് പറയണം, അഹ്സനല്ലാഹു ഗസാക വഅലമല്ലാഹു അജ്റക വഗഫറ ലിമയ്യിതിക. 3 ദുആ പറയണം അവൻ്റെ കൈ പിടിച്ചിട്ട്. അഹ്സനല്ലാഹു ഗസാക്, നിന്റെ അനുശോചനം അള്ളാഹു നന്നാക്കി തരട്ടെ, നിന്റെ കണ്ണോക്ക് അള്ളാഹു നന്നാക്കി തരട്ടെ, നിന്റെ ഈ നോവ് തഅസിയത്ത് അള്ളാഹു എഹ്സാനാക്കി തരട്ടെ. വഅലമല്ലാഹു അജ്റക്, നിന്റെ ബാപ്പ മരിച്ചതിൻ്റെ പേരിൽ, നിന്റെ ഉമ്മ മരിച്ചതിൻ്റെ പേരിൽ, നിന്റെ ഭാര്യയോ മക്കളോ ആരെങ്കിലും മരിച്ചതിൻ്റെ പേരിൽ നിനക്കുണ്ടാകുന്ന ആ നോവുണ്ടല്ലോ, ആ നോവിൻ്റെ പേരിൽ നീ സഹിച്ച് ക്ഷമിച്ച് നിന്ന സബൂറുണ്ടല്ലോ, അഅലമല്ലാഹു അജ്റക്, നിനക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലം വണ്ണമാക്കി തരട്ടെ, ഒരുപാട് തരട്ടെ. 3-ാമത്തെ ദുആ വഗഫറ ലിമയ്യിതിക്, നിന്റെ മയ്യത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. 3 ദുആ. ഉടൻ തന്നെ ഫുഖഹാക്കൾ എഴുതി വഇൻകാന കാഫിറൻ, അവൻ മുശ്രിക്കാണ്, മരിച്ചാൻ കൃത്യമായി ജാറത്തിൽ അഭയം തേടുന്ന ഒരുത്തനാണ്, അല്ലെങ്കിൽ അമ്പലത്തിൽ അഭയം തേടുന്ന ഒരുത്തനാണ്, അല്ലെങ്കിൽ ചർച്ചിൽ അഭയം തേടുന്ന ഒരുത്തനാണ് ഈ മരിച്ചതെങ്കിൽ അവിടെയും പോകണം തഅസിയത്തിന്, അവിടെയും തഅസിയത്തിന് പോകണം. പക്ഷെ 2 ദുആയേ പറ്റുള്ളൂ ഫുഖഹാക്കൾ എഴുതിയ കിതാബിൽ, ഫിഖിൻ്റെ കിതാബിൽ. അഅലമല്ലാഹു അജ്റക്, നിന്റെ പ്രതിഫലത്തെ അള്ളാഹു വണ്ണമാക്കി തരട്ടെ. അഹ്സനല്ലാഹു ഗസാക്, നിന്റെ അനുശോചനത്തെ അള്ളാഹു നന്നാക്കി തരട്ടെ. വഅലമല്ലാഹു അജ്റക്, നിന്റെ ബാപ്പ മരിച്ചതിൻ്റെ പേരിൽ, നിന്റെ അച്ഛൻ മരിച്ചതിൻ്റെ പേരിൽ, നിന്റെ പിതാവ് മരിച്ചതിൻ്റെ പേരിൽ നിനക്കുണ്ടായ നോവ്, ആ നോവിന് നിനക്ക് നല്ല നല്ല പ്രതിഫലം അള്ളാഹു തരം ഉണ്ടാക്കി തരട്ടെ. അഹ്സനല്ലാഹു ഗസാക് വഅലമല്ലാഹു അജ്റക്, നിന്റെ ക്ഷമക്കും സഹനത്തിനും അള്ളാഹു വണ്ണമായ പ്രതിഫലവും തരട്ടെ. വഗഫറ ലിമയ്യിതിക പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ഫുഖഹാക്കൾ. ഇത് ഫിഖിൻ്റെ കിതാബിലുള്ളതാണ്, ഇത് സലഫികളുടെ വകയൊന്നുമല്ല. പണ്ടേ നമ്മൾ ഓതിപ്പിടിക്കുന്ന ഫിഖിൻ്റെ പള്ളി ദർസിൽ ഓതുന്ന കിതാബിലുള്ളതാണ്. ഗഫറ ലിമയ്യിതിക്, നിന്റെ മയ്യത്തിന് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യാൻ പാടില്ല. കാരണം മുശ്രിക്കിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ള അള്ളാഹുവിൻ്റെ നിരോധനമുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മാനുഷികതയും ആദർശത്തെയും പരിഗണിക്കുന്ന രീതിയാണത്. ആര് മരിച്ചാലും ഇൻസാനിയത്തിനെ പരിഗണിക്കണം. ആദർശവാദിയാണ് മരിച്ചതെങ്കിൽ അവിടെ ആദർശത്തെയും കൂടി പരിഗണിക്കണം. അതുകൊണ്ടാണ് ഗഫറ ലിമയ്യിതിക വന്നത്, അതുകൊണ്ടാണ് മയ്യിത്ത് നിസ്കാരം വന്നത്. മേൽ പറയപ്പെട്ടവർക്ക് മയ്യിത്ത് നിസ്കാരമില്ല. മയ്യിത്ത് നിസ്കാരം ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം സുഖമായി കിട്ടാനാണ്. ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ശിർക്കിലാണ് അവൻ മരിച്ചതെങ്കിൽ ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം റെഡിയാകുന്ന പ്രശ്നമില്ല. വമൻ യുശ്രിക് ബില്ലാഹ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. പിന്നെ ഇതിന് പുറക്കലത്തണം, പിന്നെ അവന് മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ മയ്യിത്ത് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റുക? അത് അറബി ഭാഷയിൽ പേരായാലും മലയാളത്തിൽ ഭാഷയിൽ പേരായാലും ഏത് ഭാഷയിൽ പേരായാലും അവൻ അറിയപ്പെട്ട മുശ്രിക്കാണ് എങ്കിൽ ഒരു കാരണവശാലും എനിക്ക് വേണ്ടി നിസ്കരിക്കുന്ന പ്രശ്നമില്ല. അവിടെ പിന്നെ നിങ്ങളെ ബൗസർ, ഞാനതല്ലേ പറഞ്ഞത്, ദീനുൽ ഇസ്ലാമിനെ നാം ഇസ്ലാമിൻ്റെ രീതി അനുസരിച്ച് വിലയിരുത്തിയേ പറ്റൂ. നമ്മുടെ ഹവയനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഷഹാദത്തിന് എന്താ അർത്ഥമാണുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തിന്, മുഹമ്മദ് റസൂലിന്റെ ഷഹാദത്തിന് എന്താ അർത്ഥമാണുള്ളത്? പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ പോരെ? അപ്പൊ പിന്നെ ഷിയാക്കൾ പറഞ്ഞല്ലേ ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ അൽക്ക ബിരിയാണി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വലാത്ത് അൽക്ക ബിരിയാണി, പ്രശ്നം തീർന്നല്ലോ. പിന്നെ നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്, നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ്, അതുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ. പോരാ, അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദയാണ്, മുഹമ്മദ് റസൂലിന്റെ ഷഹാദയാണ്. ആ ഷഹാദ ബാത്തിലാകാൻ പറ്റുകയില്ല. നിസ്കാരം ബാത്തിലായാൽ പരിഹാരമുണ്ട്, നോമ്പ് ബാത്തിലായാൽ പരിഹാരമുണ്ട്, ഹജ്ജ് ബാത്തിലായാൽ പരിഹാരമുണ്ട്, സക്കാത്ത് ബാത്തിലായാൽ പരിഹാരമുണ്ട്. ഷഹാദത്ത് ബാത്തിലായാൽ എല്ലാം പൊളിഞ്ഞു. ഒരു ദുഹർ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, അവന്റെ നിസ്കാരം ബാത്തിലായി, ആ നിസ്കാരേ ബാത്തിലാവുള്ളൂ. ഹജ്ജ് ചെയ്യാൻ പോയി, ആ ഹജ്ജേ ബാത്തിലാവുള്ളൂ. നോമ്പ് നോറ്റു വൈകുന്നേരം ചായ കുടിച്ചു പോയി, ആ നോമ്പേ ബാത്തിലാവുള്ളൂ. അതിന് മുമ്പുള്ള മുഴുവൻ നോമ്പും ബാത്തിലാവില്ല. ഷഹാദത്ത് ബാത്തിലായാൽ പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ നിസ്കാരവും ബാത്തിലാണ്. പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ ഹജ്ജും ബാത്തിലാണ്. വീണ്ടും തലക്കുന്നേ തുടങ്ങണം. എത്രത്തോളം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ സവാദിറിൽ പറഞ്ഞു, ഇയാൾ മുഴുവൻ നിസ്കാരവും ഖളാ വീട്ടണം.
15 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ നിസ്കാരവും ഖളാ കൂട്ടണം. എപ്പോഴാണോ മുർത്തദ്ദായത് അത് മുതൽ, എപ്പോഴാണോ ജാറത്തിൽ പോയത് അത് മുതൽ. എന്തെങ്കിലും ഞാൻ പറഞ്ഞ് ഒപ്പിച്ച സംഗതി നടക്കുകയില്ല. അത് അനുയായികളെ ബോധിപ്പിക്കാനേ പറ്റുള്ളൂ, അള്ളാഹുവിനെ ബോധിപ്പിക്കാൻ പറ്റുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ഭൂലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നാമത്തെ തീരുമാനം എന്താണ്? അവൻ ഇൻസാനിയത്തിനെ പരിഗണിക്കുന്നുണ്ടോ, അഥവാ അവന്റെ താല്പര്യത്തെയും ഹവയെയുമാണ് പരിഗണിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ദുരന്ത ഭൂമിയിൽ സഹായിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം നാം ചെയ്യേണ്ട ജോലി എന്താണ്? നമ്മുടെ സംഘടനയുടെ അഡ്രസ്സിലുള്ള ആ കുപ്പായ അഴിച്ചിട്ട് എവിടെയെങ്കിലും വെക്കുക, എന്നിട്ട് മനുഷ്യർ മാത്രം സഹായത്തിന് ഇവിടെ എത്തുക. അങ്ങനെ KNMന്റെ ജാക്കറ്റ്, പിന്നെ ജിന്നിന്റെ ജാക്കറ്റ്, SKSSFന്റെ ജാക്കറ്റ്, SYSന്റെ ജാക്കറ്റ്. ആദ്യം നാം ചെയ്യേണ്ടത് ആ ഗേറ്റിന് ഇതെല്ലാം കഴിച്ചാടെ വെക്കുക. ദുരന്തമുഖത്ത് എല്ലാ മനുഷ്യരും ഒരുപോലെ. ആരാം തിരിയണ്ട? ഇവൻ ഏതാ ജാതിയും തിരിയണ്ട. ഇവൻ മുജാഹിദാണോ, ഇവൻ സുന്നിയാണോ, തബ്ലീഗാണോ, ജമാഅത്ത് ഇസ്ലാമിയാണോ, DYFI ആണോ, SKSSF ആണോ, ഒന്നും തിരിയണ്ട. മനുഷ്യർ, കുറേ മനുഷ്യർ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, അതൊരു അത്ഭുതമല്ലേ, അജീബല്ലേ അത്? അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവങ്ങൾ നടത്തുന്നത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പരീക്ഷിക്കാനാണ്. രോഗമുണ്ടാകുന്നത് ആരോഗ്യമുള്ളവരെ പരീക്ഷിക്കാനാണ്. എന്തിനാണ് മറ്റുള്ളവർക്ക് രോഗമുണ്ടാകുന്നത്? ആരോഗ്യമുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളവർക്ക് അറിയണം. രോഗമുള്ളവർ, അവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ദുനിയാവിലും വെച്ചിട്ടുണ്ട്, ആഖിറത്തിലും വെച്ചിട്ടുണ്ട്. അത് അല്ലാഹുക്ക് അറിയണ്ട, അത് അല്ലാഹുവിൻ്റെ അമ്രിൽപ്പെട്ടതാണ്. പക്ഷേ ആരോഗ്യമുള്ളവർ ആ രോഗിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് അല്ലാഹുക്ക് അറിയണം. അതിനാണ് നമ്മുടെ കുടുംബത്തിൽ രോഗികൾ ഉണ്ടാകുന്നത്, നാട്ടിൽ രോഗികൾ ഉണ്ടാകുന്നത്, വീട്ടിൽ രോഗികൾ ഉണ്ടാകുന്നത്. എന്തിനാ? ജീവിച്ചിരിക്കുന്നവർ എന്ത് നടപടിയെടുക്കുന്നു എന്ന് അല്ലാഹു തആലക്ക് അറിയണം. അതിനു വേണ്ടിയിട്ട് എന്ത് മുസീബത്തായാലും ശരി, മാസാബത്തുക്കും മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് ഫബിഇദ്നില്ലാഹ്, എന്ത് മുസീബത്ത് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിൻ്റെ സമ്മതത്തോടു കൂടി മാത്രം വരികയാണ്. ഇദാ സാബത്തുക്കും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു അറിയാതെ ഒരു കാലിനൊരു മുള്ള്, ഹത്ത ശൗക്കത്തി യുശാഖുഹാ, കാലിനൊരു മുള്ള് അല്ലാഹുവിൻ്റെ ദർബാറിൽ അറിയാതെ സംഭവിക്കുകയില്ല എന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു അല്ലാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയില്ലേ, എനിക്ക് എന്തിനാണ് ഇങ്ങനത്തെ ഒരു പരീക്ഷണം കൊടുത്തത്? അതെ, ഈ പറയുന്ന നിന്നെ പരീക്ഷിക്കാൻ. അങ്ങനെ നമ്മൾ സാധാരണ പറയലുണ്ട്, മക്കളുടെ കാര്യത്തിൽ, ഉമ്മാരുടെ കാര്യത്തിൽ, ഉപ്പാൻ്റെ കാര്യത്തിൽ എന്തിനാണെന്നറിയില്ല ഇങ്ങനെ ഒരു പരീക്ഷണം കൊടുത്തത്. നിന്നെ പരീക്ഷിക്കാൻ. നീ അങ്ങനെ പറയുന്നുണ്ടോ എന്ന് നോക്കാൻ, അത് അല്ലാഹുക്ക് അറിയേണ്ടത്. കൂട്ടരെ, ബാപ്പ സുക്കടായി കിടക്കുന്നു അല്ലേ, തേടിക്കൊള്ളുക സ്വർഗം അവിടെ കുടിയടപ്പായിട്ട് കിടക്കുന്നുണ്ട്. ക്ഷമകേടിൻ്റെ ഒരു വാചകം വായിന്ന് വന്നു പോകരുത്. ഉമ്മാൻ്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ട് വീട്ടിലോ അയൽവക്കത്തോ കഴിഞ്ഞു. അയൽവക്ക വലിജാരിക്കാലൈക ഹഖ, അയൽവക്കക്കാരോടുമുണ്ട് അതേപോലത്തെ ഹക്ക്. അഷ്റഫുൽ ഖൽഖായ മുത്തായ പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയൽവക്കക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, നമ്മുടെ സമ്പത്തിൽ ഒരു ഓഹരി അയൽവക്കക്കാർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് വരെ ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്ന്. അത്ര കടുപ്പത്തിൽ റസൂലുള്ളാഹി തങ്ങൾ അയൽവക്കക്കാരെ പറ്റി പറഞ്ഞു. അയൽവക്കക്കാരുടെ കാര്യത്തിൽ നമ്മൾ എന്ത് നയം സ്വീകരിക്കണം? ഇസ്ലാമിയത്താണോ ഇൻസാനിയത്താണോ? ഇൻസാനിയത്ത്. പക്ഷെ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അവിടെ ആദർശം, അവിടെ ഇസ്ലാമിയത്ത് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അയൽവക്കത്തൊരു രോഗിയുണ്ട്, ആ രോഗിനെ സന്ദർശിക്കാൻ പോയതാണ്, ശുശ്രൂഷിക്കാൻ പോയതാണ്. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ വീട്ടുകാരെല്ലാം കൂടിയിട്ട് ആ രോഗം മാറാൻ വേണ്ടി ഒരു കുത്തുബത്ത് നേർച്ചയാക്കിയിട്ട് ശിർക്ക് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കുന്നത്, മരിച്ചക്കങ്ങളെ വിളിക്കാൻ വേണ്ടി രോഗം മാറാനേ. ഒരു കാരണവശാലും ഈ പോയാൽ അതിൽ സഹകരിക്കാൻ പറ്റുകയില്ല. വല്ലാഹി അത് ഹറാമിൻ്റെ പോക്കാണ്. പോയത് ഇൻസാനിയത്തിൻ്റെ ഭാഗമാണ്. രോഗിയെ ശുശ്രൂഷിക്കുക, സന്ദർശിക്കുക. അപ്പോഴാണ് ഈ കുത്തുബത്തിൻ്റെ വിഷയം അറിയുന്നത്. വൈദാ ഖാതബക്കും ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, അസ്സലാമു അലൈക്കും. ഞാനില്ല. അല്ല, ആ രോഗിൻ്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, നീ നിൻ്റെ മുരീശക്കളോട് പറ. ഞാനില്ല. വളരെ കൃത്യമാണ് കാര്യം. അൽ ബറാഅത്തു മിന ശിർക്കി വ അഹ്ലിഹി, അവിടെ ആദർശം അതാണ്. കൂട്ടരെ, ദുനിയാവിൽ ദീനുൽ ഇസ്ലാം ഇൻസാനിയത്തിനെയും ഇസ്ലാമിയത്തിനെയും സമരസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്കാണ് അല്ലാഹു തആല സ്വർഗം വെച്ചിരിക്കുന്നത്.
ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. അവർക്ക് വെച്ചത് കാരണം ഇച്ചിരി ത്യാഗമുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരന്തങ്ങളിൽ പരിഗണിക്കുന്നത് തികച്ചും ആദർശമാണ്. ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലാഹു തആല ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ചവരെ ആയിരിക്കും പരിഗണിക്കുന്നുണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഇന്ന് കണ്ണോടിച്ചാൽ അല്ലാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്ത് നസീബാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുരന്തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലമെടുക്കി നാം ഇൻസാനിയത്തിൻ്റെ കാര്യം പറഞ്ഞു. വിശാലമാണ് ഇൻസാനിയത്തിൻ്റെ വിഷയം, മാനുഷികത. ജീവിച്ചിരിക്കുന്നവർ, ദുരന്തം അനുഭവിക്കുന്നവർക്കും അവരെ കുടുംബത്തിന്, അവരെ നാട്ടുകാർക്ക്, അവരെ വീട്ടുകാർക്ക്, അവരെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള നമ്മുടെ ഇൻസാനിയത്തിൻ്റെ സ്വഭാവം നാം ഈമാൻ്റെ പേരിൽ കാണിച്ചിരിക്കണം. അവിടെ നമ്മുടെ മനസ്സിലൊരു ലെവലേശം അവനേതോ അസംഘടനക്കാരനാണ്, ഇവൻ ഈ മതക്കാരനാണ്, അവൻ ആ ജാതിക്കാരനാണ്, അവൻ RSSകാരനാണ്, ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇല്ല, അവനൊരു ഇൻസാൻ, ഒരു മനുഷ്യനാണ്. ഒരു ജൂതൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖ് എഴുന്നേറ്റ് നിന്നു. സഹബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരു ജൂതൻ്റെ മയ്യത്താണ്, നിങ്ങളെ കൊടിയ ശത്രു ജൂതൻ, വിഷം കൊടുത്തു കൊല്ലാൻ മെനക്കെട്ട ആളാണ് ജൂതൻ. അഷ്റഫുൽ ഖൽഖിന് ഖൈബറിൽ വെച്ച് വിഷം കൊടുത്തത് ജൂതന്മാരാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതൊരു മനുഷ്യൻ്റെ മയ്യത്തല്ലേ. അതാണ് ഇൻസാനിയത്ത്, അതാണ് ഇൻസാനിയത്ത്. അവിടെ അയൽവക്കത്തൊരു കുഞ്ഞിരാമൻ മരിച്ചാൽ തീർച്ചയായിട്ടും പോകണം. ഏതുവരെ പോകണം? അയാളെ അടക്കുന്നത് വരെ പോകണം. അയാളെ കബറടക്കുന്നത് വരെയും പോകണം. നമ്മൾ അയൽവക്കക്കാരനാണ്. ആ കുടുംബത്തെ പരമാവധി സഹിച്ച് ക്ഷമിച്ച് കഴിയാൻ എന്താ വേണ്ടത് ചെയ്തു കൊടുക്കണം. എന്നിട്ട് തിരിച്ചു വരണം. അതേ സന്ദർഭത്തിൽ അല്ലാഹു തആല അതേ ദുരന്തം ആദർശത്തിന്റെ പേരിൽ ലോകത്തുണ്ടാക്കിയ സംഭവങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. ഹസ്രത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം കുടുംബത്തോട് പോലും ഇൻസാനിയത്തിന്റെ വളരെ പൂർണ്ണമായ സ്വഭാവങ്ങൾ കാണിച്ചു. അക്കൂട്ടത്തിൽ ആദർശത്തെ, ഇസ്ലാമിയത്തിനെ കൃത്യമായ രീതിയിൽ വേർതിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഭാര്യയും മക്കളും തമ്മിൽ തെറ്റുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഭാര്യയും മക്കളും ഉണ്ടാകാൻ പാടില്ലല്ലോ. നൂഹ് നബിക്ക് മക്കളുണ്ടെന്നല്ല പറഞ്ഞത്. ഇൻസാനിയത്തിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ടാണല്ലോ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ഉണ്ടായത്. പക്ഷെ ആദർശത്തിൻ്റെ വഴിയിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. അവിടെ എത്തുമ്പോൾ ആദർശത്തിൻ്റെ മുഖമാണ് നാം കാണുന്നത്. അതെ, ആദർശത്തിനൊരു വിട്ടുവീഴ്ചയുമില്ല. ഇൻസാനിയത്ത് ഏതറ്റം വരെയും പോകാം, സ്വന്തം ആദർശം പണയം വെച്ചുകൊണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? ആദർശം, എൻ്റെ ആദർശം എനിക്ക് മരണത്തിന് ശേഷം ഉപകരിക്കേണ്ടതാണ്. അതേസമയത്ത് ആവശ്യങ്ങൾ മരിക്കുന്നതിന് മുമ്പേക്ക് മാത്രമുള്ളതാണ്. മരിക്കുന്നത് വരെ മാത്രമാണ് ആവശ്യങ്ങൾ. തീരും. കുല്ലു മൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിന്റെ ദുആക്ക് ഞാൻ ഉത്തരം തന്നിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യും, ആദർശബോധമുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കപ്പലുണ്ടാക്കി. എൻ്റെ പ്ലാൻ അനുസരിച്ച്, എൻ്റെ നിർദ്ദേശമനുസരിച്ച് നീ ഒരു കപ്പലുണ്ടാക്കി. രണ്ടാമത്തെ കൽപ്പന വന്നു, ആദർശബോധമുള്ളവരെ മാത്രം, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവർ, നൂഹ് റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവർ,
ആ ഷഹാദത്തിനെ ജാറങ്ങളെ കൊണ്ട് വദ്ദുസുവാവ് മുതലായ ജാറങ്ങളെ കൊണ്ട് ദുർബലപ്പെടുത്തിയിട്ടില്ലാത്തവർ അവരോട് കപ്പലിലേക്ക് പോയി കയറാൻ പാടാം. എല്ലാവരും പോയി കപ്പലിൽ കയറി. മൂന്നാമത്തെ ജോലി പറഞ്ഞു അല്ലാഹു തആല നൂഹ് നബിയോട്, കാടുകളിലുള്ള വനങ്ങളിലുള്ള മൃഗങ്ങളിൽ നിന്ന് ഈ 2 ഇണകളെയും കപ്പലിൽ നീ താമസിപ്പിക്കണം. മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈൻ. 950 കൊല്ലം വെറുതെ അല്ല, ഫുള്ളി ജോലിയാ. മുഫസ്സിറുകൾ പറഞ്ഞു 300 ചില്ലറ കൊല്ലം എടുത്തു ആ കപ്പലിന്റെ പണി പൂർത്തിയാവാൻ. ഒരു രാജ്യത്തോളം വലിപ്പമുള്ള, ഒരു ഗ്രാമത്തോളം വലിപ്പമുള്ള കപ്പലായിരുന്നു. 3 ജോലി പൂർത്തിയായതിനു ശേഷം അല്ലാഹു തആല പറഞ്ഞു, നൂഹ്, എൻ്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കാൻ പോകുകയാണ്. ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. ഞാൻ എൻ്റെ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതെൻ്റെ കുടുംബമാണ്, നാട്ടുകാരാണ്, വീട്ടുകാരാണ്, ബാപ്പയാണ്, ഉമ്മയാണ്, ഭാര്യയാണ്, മോനാണ്, മക്കളാണെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. ഫലാ തുഖാതിബിനി, എന്നെ നിങ്ങൾ അഭിമുഖീകരിക്കരുത്. ഫില്ലദീന ളലമു, കൊടിയ ജാറത്തിൻ്റെ ആൾക്കാരുടെ കാര്യത്തിൽ. ഇന്നഹും മുഗ്റഖൂൻ, അവരെ ഞാൻ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാക്കുകയാണ്. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം ഇരുട്ടി, ആകാശം ഇരുട്ടി, ഭൂമി ഇരുട്ടി, ഒന്നും അപ്പുറപ്പുറം കാണാൻ കഴിയുന്നില്ല. ദാ വരുന്നു മഴ, മഴയോട് മഴ. യൂഫ്രട്ടീസ് നിറഞ്ഞു കവിഞ്ഞു, ടൈഗ്രീസ് നിറഞ്ഞു കവിഞ്ഞു. അവസാനം ഇറാഖ് മുഴുവനും മുങ്ങി. അവസാനം ജൂതി പർവ്വതത്തിലെത്തി മഴ, വെള്ളം. യൂഫ്രട്ടീസിലെ വെള്ളം കയറി കയറി പർവ്വതത്തിന്റെ മുകളിലെത്തി. പർവ്വതം എത്രത്തോളം എത്തി? നൂഹ് നബി കപ്പലുണ്ടാക്കിയ മലയിലെത്തി. വഹിയത്ത് ജിരിഫി മൗജിൻ കൽ ജിബാൽ. പർവ്വതങ്ങളോളം ഉയരമുള്ള തിരമാലകൾ. ആ തിരമാലകൾക്ക് മുകളിലൂടെ നൂഹിന്റെ കപ്പൽ ഒഴുകാൻ തുടങ്ങി. വഹിയത്ത് ജിരിഫി മൗജിൻ, മൗജ് മീൻസ് തിരമാല, കൽ ജിബാൽ പർവ്വതങ്ങൾ പോലത്തെ തിരമാല. ഈ കപ്പലുണ്ടാക്കുന്ന സന്ദർഭത്തിൽ മൗലാനമാര് കളിയാക്കിയിരുന്നു ബഹുമാനപ്പെട്ട നൂഹ് നബിയെ. നൂഹ് നബി കപ്പലുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മൗലാനമാരും ശൈഖുനമാരും പരിഹസിച്ചുകൊണ്ടാക്കാൻ മലയിലേക്ക് കയറിപ്പോയി. സഹിറു എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക എന്നർത്ഥം. സഹിറു മിൻ, നൂഹ് നബി അവർ പരിഹസിക്കാൻ തുടങ്ങി. വിഡ്ഢി, പടുവിഡ്ഢി, കഞ്ഞി കുടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണെങ്കിൽ ജാറത്തിൽ വന്നിട്ട് അൽഫാത്തിയ വിളിച്ചാൽ പോരെ, നീ ഈ മലൻ്റെ മേലെ കപ്പലുണ്ടാക്കിയാൽ ഈ കപ്പൽ ആരാ ടൈഗ്രീസിലേക്ക് ഇറക്കുക? ഇതാരാണ് യൂഫ്രട്ടീസിലേക്ക് ഇറക്കുക? ഈ മലൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ കപ്പൽ താഴത്തേക്ക് ഇറക്കുക? അപ്പോൾ കടലിലല്ലേ കപ്പൽ ഓടുള്ളൂ. നീ എന്ത് പിരാന്താണ് ഈ ചെയ്തിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പന. നൂഹ് നബി റസൂലാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ വത്രാസ്. അള്ളാഹ് പറയുന്നു, നമ്മൾ ചെയ്യുന്നു. എന്ത് ഏതും ചോദിക്കുന്ന പ്രശ്നമില്ല. മുഹമ്മദ് റസൂലുള്ള പറയുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു. എന്തിനെന്ന് ചോദിക്കുന്ന പ്രശ്നമില്ല. അതാണ് മുഅ്മിൻ. ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗഹീദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കറക്റ്റ് ചെയ്യുകയായിരുന്നു. നൂഹ് നബിൻ്റെ തൗഹീദ് എത്രത്തോളം ഹിസാനിലെത്തിയിട്ടുണ്ടെന്ന് അല്ലാഹ്ക്ക് അറിയണം. ഇസ്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്, ഈമാനും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നൂഹിൻ്റെ ഹിസാനെ പറ്റിയുള്ള പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് 100 മാർക്കോടെ നൂഹ് ജയിച്ചു. ഹിസാൻ ലൈസ ബൈനി വ ബൈന റബ്ബി ഷൈ, അതാണ് ഹിസാൻ. എൻ്റെ റബ്ബിൻ്റെ ഇടയിൽ ഒന്നിനെയും ഞാൻ പരിഗണിക്കുകയില്ല. അതാണ് ഹിസാൻ. അവിടെ എത്ര നമ്മൾ കദാലിക നജ്സി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അവിടെ മുസ്ലിമീന്നോ മുഅ്മിനീന്നോ ഒന്നും പറഞ്ഞില്ല അല്ലാഹ്, മുഹ്സിനീൻ. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിഹസിക്കാൻ വന്ന സംഘത്തോട് ഒറ്റ വാക്ക്, ഇൻ തസ്ഖറു മിന്നാ ഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. കൂടുതലൊന്നും പരിഹസിക്കണ്ട. പരിഹസിക്കുന്ന നിങ്ങൾ പരിഹസിക്കപ്പെടാൻ സമയം കുറയൊന്നുമില്ല എന്ന് ഒറ്റ വാക്ക്. ബാക്കി ജോലി പൂർത്തിയാക്കി. നാവടക്കുക, പണിയെടുക്കുക. പണ്ടാര പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നാവടക്കുക, പണിയെടുക്കുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തത്വം അതാണ്. പ്രസംഗിക്കാൻ നിന്നാൽ ശരിയാവില്ല. അള്ളാൻ്റെ കൽപ്പന പൂർത്തിയാക്കുക. പക്ഷേ അവരെ പരിഹാസത്തെയൊക്കെ അല്ലാഹു തആല തട്ടി മാറ്റി ആ മലയിൽ തിരമാലകളെ എത്തിച്ചു അല്ലാഹു തആല. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. തജ്രി ഫി മൗജിൻ കൽ ജിബാൽ വഹിയ തജ്രി ഫി മൗജിൻ വഹിയ തജ്രി ബിഹിം ഫി മൗജിൻ കൽ ജിബാൽ. ആ സമൂഹത്തെയും കൊണ്ട് ആ കപ്പൽ തിരമാലകൾക്ക് മുകളിലൂടെ ഒഴുകി നടന്നു. അല്ലാഹു തആല കംപ്ലീറ്റ് ആ നാടേ കാലിയാക്കി. ജാറങ്ങളും പോയി, പള്ളികളും പോയി, മൗലാനമാരും പോയി, ശൈഖുനമാരും പോയി, ഭരണാധികാരികളും പോയി, സമ്പത്തും പോയി, പണവും പോയി, എല്ലാം ഒറ്റയടിക്ക് കുത്തിയൊലിച്ചു പോയി.
പോയില്ലേ? ഖുർആനല്ലേ? ആദ്യത്തെ റസൂലിൻ്റെ സാക്ഷിത്വമല്ലേ ഇത്? ആദ്യത്തെ റസൂൽ, ഒന്നാമത്തെ റസൂൽ, അന്ന് തന്നെ ജോലി തുടങ്ങിയ അല്ലാഹു. തുടർന്ന് ഇങ്ങോട്ട് എത്രയെത്ര സംഭവങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിരിക്കുന്നത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബനാ ആതൈത ഫിർഔന വമലഅഹു സീനത്തൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയ റബ്ബനാ ലിയുദില്ലു അൻ സബീലിക്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആതൈത, നീ നൽകിയതാണല്ലോ, സീനത്തൻ, ഈ ജീവിത സൗകര്യങ്ങൾ മുഴുവനും, വഅംവാലൻ, ഈ സമ്പത്തും അധികാരവും, ഫിർഔന വമലഅഹു, ഫിർഔനും ഫിർഔന്റെ മലകൾക്കും മൗലാനമാർക്കും നീയാണല്ലോ ഈ സമ്പത്തും അധികാരവും ഒക്കെ നടങ്ങിയിട്ട് ഇവരെ പത്രത്തോടെ ജീവിക്കാൻ അനുവദിച്ചത്. അല്ലാഹുവേ, റബ്ബനാ ലിയുദില്ലു അൻ സബീലിക്, ഈ അധികാരങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവൻ കളിക്കുന്നത്, പണം വെച്ചുകൊണ്ടും മഹാഭൂരിപക്ഷത്തിന്റെ സപ്പോർട്ട് വെച്ചുകൊണ്ടുമാണ് ഇവൻ കളിക്കുന്നത്. അല്ലാഹ്, ഇത് വെച്ചിട്ടാണ് ജനങ്ങളെ ഇവൻ പിഴപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ ജനങ്ങളെ സമ്മതിക്കാത്തത്, മൂസാ റസൂലുള്ളാഹിയെ അംഗീകരിക്കാൻ സമ്മതിക്കാത്തത് ഇവൻ. അല്ലാഹുവേ, റബ്ബന തുമിസ് ഫീ ഖുലൂബിഹിം വസ്ദുദ് അലാ അംവാലിഹിം ഫലാ യുമിനു ഹത്താ യറവുൽ അദാബൽ അലീം. റബ്ബന തുമിസ് അലാ ഖുലൂബിഹിം, റബ്ബന തുമിസ് അലാ ഖുലൂബിഹിം, അല്ലാഹുവേ, ഇവന്റെ കൽബിന് നീ ഒരു പൂട്ടിട അല്ലാഹുവേ. വസ്ദുദ് അലാ അംവാലിഹിം, ഇവന്റെ സമ്പത്തിന് ഒരു കടിഞ്ഞാണിട അല്ലാഹുവേ, ഇവന്റെ അധികാരത്തിന് ഒരു കടിഞ്ഞാണിട അല്ലാഹുവേ. ഫലാ യുമിനു ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ വന്നാലേ ഇവൻ പഠിക്കുള്ളൂ, ഇവൻ നിന്നെ അറിയുള്ളൂ. അതുകൊണ്ട് ഇവനെ ഒന്ന് കൈകാര്യം ചെയ്തതാ അല്ലാഹുവേ. ആരുതാ ചെയ്തത്? മൂസ നബി. ഇതാരാ പറയുന്നത്? സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. പ്യൂർ ഈമാനും തഖ്വയും ഒരാൾ സ്വീകരിച്ചാൽ അവനിക്ക് കിട്ടുന്നത് നിഅമത്തുകളല്ല, ബറക്കത്തുകളാണ്. ലഫതഹ്നാ അലൈഹിം, അവന്റെ മേൽ നാം തുറന്നു കൊടുക്കുന്നതാണ്. ബറകാത്തിൻ മിനസ് സമാഇ, ആകാശത്തിൽ നിന്ന് ബറക്കത്തുകളെ തുറന്നു കൊടുക്കുന്നതാണ്. വൽ അർദി, ഭൂമിയിൽ നിന്നും ബറക്കത്തുകളെ തുറന്നു കൊടുക്കുന്നതാണ്. നിഅമത്ത് വേറെ, ബറക്കത്ത് വേറെ. നിഅമത്ത് വസ്തുക്കളിലുള്ള ആധിക്യമാണ്, സമ്പത്തിലുള്ള ആധിക്യം, പ്രതാപത്തിലുള്ള ആധിക്യം, അത് നിഅമത്താണ്. നിഅമത്ത് നൽകുന്നതിന് അല്ലാഹു ഇസ്ലാമിയത്ത് ഷർത്ത് വെച്ചിട്ടില്ല, ഇൻസാനിയത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അമേരിക്ക ആര് ഭരിക്കണം, ഇന്ത്യ ആര് ഭരിക്കണം, കേരളം ആര് ഭരിക്കണം, ഇതൊക്കെ അല്ലാഹു തീരുമാനിക്കുന്നത് അവന്റെ ആദർശം നോക്കിയിട്ടല്ല. ഭരിക്കാൻ വസ്തുക്കളെ സംഘടിപ്പിക്കാനും ഉപയോഗിക്കാനും യോഗ്യതയുള്ളവരെ നോക്കിയിട്ട് അല്ലാഹു തആല ഭൂമിയുടെ അധികാരം കൊടുക്കും. അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ചില സങ്കല്പം ഇസ്ലാമിലില്ല, ജഹാലത്താണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്തിനുള്ളതാണ്? വസ്തുക്കളെ സംഘടിപ്പിച്ച് ആവശ്യക്കാർക്ക് സപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്താണ് ബന്ധം? അത് ഇൻസാനിയത്ത് സ്റ്റേറ്റാണ് അതിന് വേണ്ടത്, മനുഷ്യ ഭരണകൂടം. ആര് രാജ്യം ഭരിച്ചാലും ശരി, നീ മുസ്ലിം ആണെങ്കിൽ നിന്റെ സൗകര്യം ഞാൻ ഏറ്റവും അല്ലാഹു തആല പറഞ്ഞാൽ പിന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന അർത്ഥമാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് ഈമാനും അഅമാലും സാലിഹാക്കിയവർ, നിങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈമാൻ എന്താണെന്ന്, നിങ്ങളിൽ നിന്ന് പ്യൂറായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവർ, വഅമിലുസ് സാലിഹാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി ഉൾക്കൊണ്ടവർ, അവർക്ക് അല്ലാഹു തആല നൽകുന്ന വഅദ 3 വഅദകളാണ്, 3 ഓഫറുകളാണ്. ഈ ഭൂമിയിൽ കിട്ടേണ്ട ഓഫറാണ്, മറ്റേ ആഖിറത്തിൽ വേറെ, അത് വലിയത്. 3 ഓഫറുകൾ. ഒന്നെന്താണ്? അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർള്, 2 അത്തംകീനു ഫിദ്ദീൻ, 3 തബ്ദീലുൽ ഖൗഫി ബിൽ അംൻ. ഇതാണ് 3 കാര്യങ്ങൾ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് ഈമാനും അഅമാലുസ് സാലിഹാത്തും ഉള്ളവർക്ക് അല്ലാഹു തആല ഓഫർ ചെയ്യുന്നു, വഅദ ചെയ്യുന്നു. എന്താണ് വഅദ? ഒന്നാമത്തെ വഅദ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ ആര് രാജ്യം ഭരിച്ചാലും ആ ഭരണത്തിന്റെ മേൽ നിങ്ങൾക്കൊരു പിടുത്തം ഞാൻ തരും. ആരോ ഭരിച്ചോട്ടെ, RSSകാരോ BJPക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ സയനിസ്റ്റുകാരോ ആരോ രാജ്യം ഭരിച്ചോട്ടെ, അവരുടെ മേൽ നിങ്ങൾക്ക് ഞാനൊരു ആധിപത്യം തരും. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലിഹിം, നിങ്ങൾ പറയുന്നിടത്ത് ഒപ്പിടുന്ന പ്രധാനമന്ത്രിയെ ഞാൻ തരാം. അല്ലാഹുവിൻ്റെ വായതയാണ് മുഅ്മിനീങ്ങളോട്.
നിങ്ങൾ പറയുന്നിടത്ത് ഒപ്പിടുന്ന മുഖ്യമന്ത്രിയെ ഞാൻ ഉണ്ടാക്കി തരാം. അതിന് അള്ളാഹാനിക്ക വിശ്വാസം. ഈ പറയുന്ന പ്രാസംഗിന് പോലും അള്ളാഹ് വിശ്വാസം. അത് അള്ളാഹ് പറഞ്ഞല്ലേ. നമ്മളെ സംഘടന ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അള്ളാഹ് പറഞ്ഞത് വിട്, അത് വേദം പറയാൻ കൊള്ളാം. അള്ളാഹ് പറഞ്ഞത് മുസ്ലിയാക്കന്മാർ വേദം പറഞ്ഞോ? അത് നടക്കുന്ന കാര്യമല്ല മൗലവി സാഹിബ് എന്നൊരു സെലഫി പ്രവർത്തകനാണ് നമ്മളോട് പറഞ്ഞത്. നടക്കുന്ന കാര്യമല്ല മൗലവി സാഹിബ്. അള്ളാഹിനെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട റോട്ടിലിറങ്ങിയിട്ട് ഇപ്പോൾ അള്ളാഹിനെയും പറഞ്ഞു നടക്കേണ്ട സമയമല്ല. എങ്ങനെയുണ്ട്? അപ്പം തന്നെ മുർത്തദ്ദായില്ലേ, ഇസ്ലാമിൻ്റെ പുറത്തു പോയില്ല അപ്പം തന്നെ അവൻ. അല്ലാഹു തആല പറഞ്ഞു ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലിഹിം. നിങ്ങളെ പൂർവികന്മാരായ മുസ്ലിം ന്യൂനപക്ഷത്തിന് ആ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ച ഭരണാധികാരിയുടെ മേൽ ആധിപത്യം ഞാൻ നൽകിയതുപോലെ നിങ്ങൾക്കും ഞാൻ ആധിപത്യം നൽകാം. ഖുർആൻ ചരിത്രം സാക്ഷി. അല്ലാഹു അക്ബർ. എത്ര ചരിത്രങ്ങൾ. രണ്ടാമത്തെ ഓഫർ എന്താണ്? വലയുമക്കിനന്ന ലഹും ദീനഹുമുൽ ഉർതദാലഹും വലയുമക്കിനന്ന ലഹും, അവർക്ക് ഞാൻ സൗകര്യപ്പെടുത്തി കൊടുത്തോളാം. ദീനഹും, അവരുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ഏത് ദീൻ? അല്ലദിർതദാലഹും, അല്ലാഹ് അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്ന ഇസ്ലാം ദീനനുസരിച്ച് ജീവിക്കാൻ. രാജ്യം ആര് ഭരിച്ചാലും ശരി, ഏത് നിയമം കൊണ്ടുവന്നാലും ശരി, നിങ്ങൾ ഏക സിവിൽ കോഡിനെ പേടിക്കുന്നു, നിങ്ങൾ ഹിന്ദു കോഡിനെ പേടിക്കുന്നു, നിങ്ങൾ മറ്റേനെ പേടിക്കുന്നു, നിങ്ങൾ CAA പേടിക്കുന്നു, നിങ്ങൾ അത് പേടി ഇത് പേടി, നിങ്ങൾ ഒരു പേടിയും വേണ്ട. എവൻ രാജ്യം ഭരിച്ചാലും നിങ്ങൾ പ്യൂറാണെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം. ഏതോ നിയമം നടപ്പിലായിക്കോട്ടെ ഇല്ലേ. 1911 മുതൽ സോവിയറ്റ് റഷ്യ ലോകത്തിന്റെ മുമ്പിൽ മുടിചൂടാമന്നന്മാരായി. 30കളിൽ നടന്ന വിപ്ലവത്തിൽ സോവിയറ്റ് റഷ്യ ലോകത്തിന്റെ ആധികാരിക രാജ്യമായി. നിരീശ്വര നിർമ്മിതവാദം ഭൂലോകത്തിന്റെ മതമാക്കി മാറ്റി. 70 കൊല്ലം കൊണ്ട് രാജ്യങ്ങൾ മുഴുവനും സോവിയറ്റ് റഷ്യയുടെ റിപ്പബ്ലിക്കുകളാക്കി രൂപപ്പെടുത്തി. റഷ്യൻ റിപ്പബ്ലിക്കുകൾ എന്ന പേരിൽ ലോകം എഴുത്തുകാരും ചിന്തകന്മാരും പാർട്ടിക്കാരും എല്ലാം പറഞ്ഞു, ഇനി നൂറ്റാണ്ടുകൾ കമ്മ്യൂണിസത്തിനുള്ളതാണ്. അമേരിക്കയെയും റഷ്യയാണ് ഭരിക്കുക, ജർമ്മനിയെയും റഷ്യയാണ് ഭരിക്കുക, ഇന്ത്യയെയും റഷ്യയാണ് ഭരിക്കുക. ആ രീതിക്ക് റഷ്യൻ സാമ്രാജ്യത്വം ലോകത്തിന്റെ ചരിത്രമായി മാറാൻ പോകുകയാണ്. എന്തൊക്കെ വിളിയായിരുന്നു വിളി. 1992 മിസ്റ്റർ ഗോർബച്ചോവ് കമ്മ്യൂണിസം പിരിച്ചുവിട്ടു. സോവിയറ്റ് റഷ്യ കലക്കി, തകിടുപൊടിയാക്കി സോവിയറ്റ് റഷ്യ. ഒരു റിപ്പബ്ലിക് നിലവിലില്ല, എല്ലാവരും പോയി. അവസാനം മിസ്റ്റർ ഗോർബച്ചോവ് ലോകത്തോട് പറഞ്ഞത്, ഇനി കമ്മ്യൂണിസം എന്നൊരു പറഞ്ഞ പ്രത്യയശാസ്ത്രമോ സോവിയറ്റ് റഷ്യ എന്ന് പറഞ്ഞിട്ട് റിപ്പബ്ലിക്കോ ഇനി ആവശ്യമില്ല. ദൈവം നമുക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ച് ലോകത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഗോർബച്ചോവ് കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ ആദ്യമായിട്ട് ദൈവം എന്ന പ്രയോഗം നടത്തിയത് മിസ്റ്റർ ഗോർബച്ചോവാ. എല്ലാം തകർന്ന് തരിപ്പണമായില്ലേ. എവിടെ ഇപ്പോൾ? അസർബൈജാൻ വേറെ, ഉസ്ബെക്കിസ്ഥാൻ വേറെ, കസക്കിസ്ഥാൻ വേറെ, ജോർജിയ വേറെ, എല്ലാം വേറെ വേറെ. 70 കൊല്ലക്കാലം നാക്കിന് കൂച്ചുവിലങ്ങിട്ടു കമ്മ്യൂണിസം. അള്ളാഹു എന്നൊരിയാണ് അനുവാദം കൊടുത്തില്ല. സോവിയറ്റ് റഷ്യ പിരിച്ചു വിട്ടതിന് ശേഷം ബോസ്നിയായി നാം കണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വെളുത്ത തുണിയിൽ പച്ചമഷി കൊണ്ട് എഴുതി ലക്ഷക്കണക്കിന് ജനം ബോസ്നിയയുടെ നെരുവിലൂടെ മുദ്രാവാക്യം വിളിച്ചുപോയി. 70 കൊല്ലം 7 പതിറ്റാണ്ട് ഞങ്ങളെ നാക്കിന് കൂച്ചു വിലങ്ങിടുകയായിരുന്നു ഇവർ. അള്ളാഹു എന്ന് പറയാൻ അനുവാദമില്ല. ഇപ്പോൾ ഞങ്ങൾ മുസ്ലിമാണ്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എന്ന്. ഇത് ലോകം കണ്ടതാ ഈ 1990കളിൽ അല്ലേ. എന്താണ് വലയുമക്കിനന്ന ലഹും ദീനഹും? ഇന്ന് സോവിയറ്റ് റഷ്യ അടക്കം, ചൈന അടക്കം, ഉസ്ബെക്കിസ്ഥാൻ അടക്കം, അസർബൈജാൻ അടക്കം ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ രാജ്യത്തെ പാസ്പോർട്ട് ഉപയോഗിച്ച് ഹജ്ജിന് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. സംഭവം 90 വരെ ഒരു കുട്ടിക്ക് ഹജ്ജിന് പോകാൻ വരുമായിരുന്നോ? എന്താ അല്ലാഹു തആല പറഞ്ഞത്? എന്താ മുഅ്മിനീങ്ങളെ ബോധമില്ലാത്തത്? ഷിയാക്കളെ വിട്, ഞാൻ സലഫികളോടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സലഫികൾക്ക് തർബിയത്തും ഷിയാക്കൾക്ക് ദഅവത്തുമാണ് നമ്മുടെ വാചകങ്ങൾ. നമ്മൾ തന്നെയാണ് ലോകത്തിന്റെ അച്ചുതണ്ട് തീരുമാനിക്കേണ്ടത്, വേറെ ആരുമല്ല. പറഞ്ഞു വരട്ടെ, ലാസ്റ്റ് പറയട്ടെ. ദുരന്തം ഒഴിവാക്കാൻ ഉലമാക്കൾ, പുരോഹിതന്മാര് ബോധവാന്മാരാകണം. അള്ളാഹുവിന്റെ കോപത്തെ, ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ നാശത്തിന് കാരണമായത് പുരോഹിതന്മാരാണ്. അല്ലാഹു തആല പറഞ്ഞു എന്ന് ക്രൈസ്തവ സമൂഹത്തെ സൂചിപ്പിച്ചുകൊണ്ട്, തകാദുസ്സമാവാതു യതഫത്തർന മിൻ, ആകാശം ഇതാ പൊളിഞ്ഞ് തരിപ്പണമാകാൻ പോകുകയാണ്. വതൻശഖുൽ അർദ്,
ഭൂമി പൊട്ടിപ്പൊളിയാൻ പോകുകയാണ്. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകിടുപടിയാകാൻ പോകുകയാണ്. എന്ത് കാരണത്താൽ? അൻദഉ ലിർറഹ്മാനി വലദ, അല്ലാഹ്ക്ക് മകനുണ്ട് എന്നിവർ വാദിച്ചതിനാൽ. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ, അല്ലാഹ്ക്ക് മകനുണ്ടാകുകയോ എങ്കിൽ അല്ലാഹ്ക്ക് പകരക്കാരുണ്ടാകുക എന്നത് ക്രൈസ്തവ വിശ്വാസത്തെക്കാൾ അപകടമാണ്. അല്ലാഹു കോപിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ. ആ കോപത്തിന് ഉത്തരവാദി ഇവിടുത്തെ ഷീഈ മൊല്ലമാരാണ്. ഒന്നുമില്ലെങ്കിൽ ചുരുങ്ങിയപക്ഷം നാവെങ്കിലും അടക്കി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി. ഇവിടുത്തെ ഷീഈ മൊല്ലമാര് നാവടക്കി സലഫികളെ പരാജയപ്പെടുത്താൻ, സലഫികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റേജ് കെട്ടി പറയുന്ന വാക്ക് അള്ളാന്റെ ദർബാറിനെ വെറുപ്പിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് സലഫികൾക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. നഷ്ടം വരുന്നത് ലോകത്തിനാണ്, ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മജൂസികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും. കാരണം എന്താണ്? അള്ളാഹ്ക്ക് പകരക്കാരനുണ്ട് എന്ന് നിങ്ങളുടെ വാദത്താൽ. റഹ്മാനി വലദ, അള്ളാഹ്ക്ക് പുത്രനുണ്ട് എന്ന് പറഞ്ഞത് ഇത്ര മാത്രം അള്ളാഹു കോപിച്ചിട്ടുണ്ടെങ്കിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അള്ളാഹ്ക്ക് പകരക്കാരായിട്ട് ഔലിയാക്കളുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ നാട്ടിനെ മുഴുവനും കുട്ടിച്ചോറാക്കിയത് അള്ളാഹു തആല. 5 പേര്, ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊക വയഗൂസ വനസ്ര. ഈസ ബിൻ മറിയമിനേക്കാൾ, ഉസൈർ ബിനുല്ലാഹിനേക്കാൾ, ഈസബിനുള്ളാക്കാൾ, മസീഹുബിനുള്ള ആ വാദത്തെക്കാൾ അപകടമാണ് ജാറത്തിൽ കിടക്കുന്ന വലിയുകൾ അള്ളാന്റെ പകരക്കാരാണ് എന്ന വാദം. ആ വാദം നാശത്തിൻ്റെ പോർവിളിക്ക് മുമ്പിലാണ്. ഇനി എന്തെല്ലാം സഹിക്കണം? ഈ മൊല്ലന്മാരെ കൊണ്ട് അള്ളാഹുവിൻ്റെ ദർബാർ കോപിച്ചിരിക്കുകയാണ്. അവരെ നാക്കടക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അള്ളാഹു താല കാര്യങ്ങൾ മനസ്സിലാക്കി നാം നമ്മുടെ ഷഹാദത്ത് സഹിയാക്കി, ഷഹാദത്തിനെ മരിക്കുന്നത് വരെ നിലനിർത്തുന്നതിന്, അത് ലൈവാക്കി നിർത്തുന്നതിന്, അഅമാലുകളെ സഹിയാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു സകല തൗഫീഖും നൽകട്ടെ. ദുരന്തത്തിൽ മരിച്ചുപോയ സമൂഹത്തിൻ്റെ ബാക്കിയിരിക്കുന്നവർക്ക് അള്ളാഹു എല്ലാ വഴികളും തുറന്നു കൊടുക്കുകയും ആ മരിച്ചവരിൽ നിന്നുള്ള മോമിനീങ്ങൾക്ക് നാളെ ആഖിറത്തിൽ വലിയ വലിയ ദർജ അല്ലാഹു തആല നസീബാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തള വഖാല മുഖ്ബിറൻ വഅമിറ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن أشرف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحمنا وارحم والدينا وأولادنا رب ارحمهما كما ربياني صغيرا. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم اغفر لهم وارحمهم واعف عنهم وعافهم واكرم نزلهم ووسع مدخلهم يا ارحم الراحمين. اللهم عافنا وعاف مبتلانا ومبتلى المسلمين. اللهم اشفنا واشف مرضانا ومرضى المسلمين. اللهم اصلحنا واصلح ائمتنا وامتنا وقضاتنا وولاتنا وولاة امورنا. اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار صادرين واردين في برك وبحرك وجوك أجمعين يا رب العالمين. اللهم صل على محمد وآله وصحبه أجمعين والحمد لله رب العالمين.